കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 14-ാമത് തിരുവചനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. സാധാരണ രീതിയിൽ നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങൾക്കൊക്കെ ഒടുവില് ദൈവദാസന്മാര് ഈ വചനം പറയാറുണ്ട്, ആശീർവാദം പറയുക എന്ന് പറയും. ബൈബിളിൽ പുതിയ നിയമത്തിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ ആശീർവാദം ഇങ്ങനെ വിശദമായിട്ട് പറയുന്നുള്ളൂ. സ്തോത്രം. മറ്റു പല ഭാഗങ്ങളിലും അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമേ പറയുന്നുള്ളൂ. പഴയകാലത്ത് ജനത്തെ ആശീർവദിച്ചു എന്ന പദം നമുക്ക് പല പ്രാവശ്യം കാണാൻ കഴിയും. ലേവ്യ പുസ്തകം 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ, പിന്നെ അഹരോൻ ജനത്തിന് നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. മോശയും അഹരോനും കൂടെ ജനത്തെ കൈ ഉയർത്തി ആശീർവദിച്ചപ്പോൾ ദൈവത്തിന്റെ തേജസ് അവിടേക്ക് ഇറങ്ങി വന്നു. ഞാൻ അതിൽ ഒരു അർത്ഥം പറയാൻ പോവുകയാണ്. ഒരിക്കൽ മോശയോട് ദൈവം പറഞ്ഞു, നീ ചെങ്കടലിന് നേരെ കൈ നീട്ടുക എന്ന്. പക്ഷേ പ്രവചന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, മോശയുടെ കൈക്ക് മീതെ ദൈവത്തിന്റെ കൈ വന്നു. ഇവിടെ മോശയും അഹരോനുമാണ് ജനത്തെ ആശീർവദിച്ചത്. പക്ഷേ ദൈവത്തിന്റെ ഒരു ആശീർവാദം അവിടെ വരികയുണ്ടായി. അതിൻ്റെ ഒരു പ്രത്യക്ഷ ലക്ഷണമായി ദൈവത്തിന്റെ തേജസ് അവിടെ വെളിപ്പെടുകയുണ്ടായി. ഇസ്രായേൽ മക്കളെ ശപിക്കാനായി ബാലാക്ക് ബിലെയാം എന്ന പ്രശ്നക്കാരനെ പെയോരിൽ നിന്ന് വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇഷ്ടം പോലെ പൈസ തരാം, നീ ഇവരെ ഒന്ന് ശപിക്കണം. അങ്ങനെ ജനത്തെ ശപിക്കാനായി ഈ ബിലെയാം പല കോണുകളിൽ പോയി നിൽക്കുകയുണ്ട്. പല ഡൈമെൻഷനുകളിൽ നിന്നുകൊണ്ട് ജനത്തെ ശപിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ തനിക്ക് ജനത്തെ ശപിക്കാൻ കഴിഞ്ഞില്ല. കാരണം ബിലെയാം പ്രാർത്ഥിച്ചപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദം. യഹോവ ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ജനത്തെ അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവരെ എനിക്ക് ശപിച്ചുകൂടാ. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 10-ാമത്തെ വാക്യം. അപ്പോൾ ബാലാക്കിന്റെ കോപം ബിലെയാമിന്റെ നേരെ ജ്വലിച്ചു. അവൻ കൈഞ്ഞെരിച്ചു ബിലെയാമിനോട്, എന്റെ ശത്രുക്കളെ ശപിപ്പാൻ ഞാൻ നിന്നെ വിളിപ്പിച്ചു, നീയോ ഇവരെ ഈ 3 പ്രാവശ്യവും ആശീർവദിക്കത്രേ ചെയ്തിരിക്കുന്നു. അപ്പൊ അനുഗ്രഹിക്കുക എന്ന പദത്തിന്റെ ഒരു പര്യായ പദമായിട്ടാണ് ഇവിടെ ആശീർവാദം എന്ന പദം വന്നിരിക്കുന്നത്. ജനത്തെ ശപിക്കാനാണ് ബിലെയാമിനെ വിളിച്ചോണ്ട് വന്നത്. പക്ഷേ അദ്ദേഹം ശപിക്കുകയല്ല, ആശീർവദിക്കുക അത്ര ചെയ്തു. ബാലാക്കിന് ഇത് വന്ന് കണ്ടിട്ട് കോപം വന്നു. അവന്റെ കൈ പിടിച്ച് ഞെരിച്ചു. ഇവരെ ശപിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നത്, പക്ഷെ ഈ 3 പ്രാവശ്യവും നീ അവരെ ആശീർവദിക്കുക അത്രേ ചെയ്തത്. അപ്പോൾ ആശീർവാദത്തിൽ ഒരു അനുഗ്രഹമുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-55 ശലോമോന്റെ ആലയം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ അഥവാ ശലോമോൻ നിന്നുകൊണ്ട് ഇസ്രായേൽ സഭയൊക്കെയും ഉച്ചത്തിൽ ആശീർവദിച്ചു. ആശീർവാദം എന്നതിന്റെ പ്രത്യേകതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 13-14 നമ്മൾ വായിച്ചത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ദൈവിക ത്രിത്വത്തിലെ 3 വ്യക്തിത്വങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ആശീർവാദം നിൽക്കുന്നത്. നാം ഇപ്പോൾ ചിന്തിക്കുന്ന ആശീർവാദം എന്ന പദം ദൈവിക ത്രിത്വോപദേശത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നതാണ്. നമ്മൾ സ്നാനപ്പെടുത്തുന്നത് എങ്ങനെയാണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. യേശു സ്നാനപ്പെട്ടപ്പോൾ പിതാവായ ദൈവം സാക്ഷ്യം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. പുത്രൻ തമ്പുരാൻ സ്നാനമേൽക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി വരുന്നു. അപ്പൊ യേശുവിന്റെ സ്നാനത്തിങ്കൽ എന്ത് സംഭവിച്ചുവോ അത് തന്നെയാണ് സ്നാനപ്പെടുത്തുന്ന കാര്യത്തിലും കർത്താവ് പറഞ്ഞത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ത്രിത്വോപദേശം. സംഖ്യാപുസ്തകം 6-22 മുതൽ 27 വരെ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട്
കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ എന്റെ നാമം നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ മേൽ വയ്ക്കണം. നാമങ്ങൾ എന്നല്ല, നാമം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്ന ഈ ആശീർവാദ വചനം ത്രിത്വോപദേശത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. 2 കൊരിന്ത്യർ ലേഖനം 13:14. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ആ ഒറ്റ വാക്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന 3 വിധ അനുഗ്രഹങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു, പൗലോസിന്റെ ലേഖനങ്ങളിൽ മിക്കയിടത്തും യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്നുള്ള ഒരു വരി മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. നമുക്ക് പെട്ടെന്ന് അത് നോക്കാം. പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 8 ലേഖനങ്ങളിൽ അവസാനിക്കുന്നത്, ഉപസംഹരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഗലാത്യ ലേഖനം 6:18, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. എഫേസ് ലേഖനം 6:24, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. എഫേസ് ലേഖനം 4:23, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ. 1 തെസ്സലോനിക്ക ലേഖനം 5:28, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. 2 തെസ്സലോനിക്ക ലേഖനം 3:18, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. തീത്തോസ് 3:15, കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. എബ്രായ ലേഖനം 13:25, കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ 22-21 വാക്യത്തിൽ യോഹന്നാൻ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. എന്താ ഈ 9 വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്? പൗലോസിന്റെ ആശീർവാദത്തിൽ കൂടെ ആവർത്തിച്ചു പറയുന്നത്, യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ആത്മീയ ജീവിതത്തിന് നമുക്ക് അടിസ്ഥാനപരമായി അത്യന്താപേക്ഷിതമായി ആവശ്യമുള്ള ഒരു കാര്യം യേശുക്രിസ്തുവിന്റെ കൃപയാണ്. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ട്, എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ നീ ശക്തി പ്രാപിക്കുക. ഇനി തന്റെ കാര്യം പറയുകയാണ്, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു. എന്താണ് കൃപ? അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം ദാനമായി നൽകുന്ന യോഗ്യതയാണ് കൃപ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ കൃപ ലഭിപ്പാൻ നാം ആരും പ്രാപ്തരായിരുന്നില്ല, നാം ആരും അർഹരല്ല. കാരണം നമ്മളൊക്കെ പാപികളായിരുന്നു, ബലഹീനരായിരുന്നു, ശത്രുക്കളായിരുന്നു, ദൈവസന്നിധിയിൽ അകന്നവരായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന് നമ്മോട് കൃപ തോന്നി. ആ പാപത്തിന്റെ അവസ്ഥയിൽ അവൻ നമ്മെ പുനരുദ്ധരിച്ചു. അവൻ നമുക്ക് തേജസ് നൽകി, നിത്യജീവൻ നൽകി, പുത്രത്വം നൽകി. അങ്ങനെ ആ കൃപയാൽ നാം അനുഗ്രഹിക്കപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. വേദപുസ്തകത്തിൽ ദൈവകൃപ ലഭിച്ച നിരവധി വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു 4 പേരെ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ദൈവകൃപ ലഭിച്ചവർ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-8 വാക്യം, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ കാലത്തുള്ള ജനം വളരെ വഷളത്വം പ്രവർത്തിച്ച് ജീവിക്കുകയാണ്. ആ ജനത്തിന്റെ അകൃത്യം ദൈവസന്നിധിയിൽ വന്നിട്ട് ദൈവം അവരെ ശിക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ നീതിമാനായിരുന്ന നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആ കൃപ മുഖാന്തരം താനും തന്റെ കുടുംബവും രക്ഷപ്രാപിക്കുകയാണ്. അതുവരെ കാണാത്തവയെ കുറിച്ച് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായതനുസരിച്ച് ഭയഭക്തി നിമിത്തം തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി അവനൊരു പെട്ടകം പണിയുകയുണ്ടായി. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പഴയ നിയമത്തിലെ മറ്റൊരു സംഭവമാണ് എസ്തേർ രാജ്ഞിക്ക് ലഭിച്ച കൃപ. അഹശ്വേരോശ് രാജാവിന് അവളോട് കൃപ തോന്നി എന്നാ വായിക്കുന്നത്. എസ്തേർ 5:2 വായിച്ചാട്ട്, എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി. ഹാമാൻ മൊർദെഖായിയെയും ഇസ്രായേൽ ജനതയും ഒന്നടങ്കം നശിപ്പിച്ചു കളയാൻ വേണ്ടിയുള്ള കരുക്കൾ നീക്കുമ്പോൾ എസ്തേർ ദൈവസന്നിധിയിൽ 3 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് അവളുടെ തീരുമാനം പറയുകയാണ്, നിങ്ങളും എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ,
അടുത്ത 30 ദിവസത്തേക്ക് രാജസന്നിധിയിൽ ചെല്ലാൻ എന്നെ വിളിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു വിളിയില്ലാതെ അതിക്രമിച്ച് രാജസന്നിധിയിൽ കയറി ചെന്നാൽ, അഥവാ രാജാവ് പൊഞ്ചങ്കോൽ നീട്ടാതിരുന്നാൽ, അനുവാദം കൂടാതെ അതിക്രമിച്ച് കയറി ചെന്ന ആരായാലും അവരെ കൊന്നുകളയണമെന്നാണ് നിയമം. നിയമപ്രകാരം അവൾ നശിക്കും. അതാ അവൾ പറയുന്നത്, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. പക്ഷെ 3 ദിവസം അവൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് അവൾ രാജസന്നിധിയിൽ കയറി നിന്നു. തിരുവെഴുത്ത്, രാജാവിന് അവളോട് കൃപ തോന്നി. ദൈവത്തിന്റെ പൈതലെ, അനർത്ഥങ്ങൾ നമ്മയൊക്കെ വേട്ടയാടുമ്പോൾ, നമ്മുടെ കുടുംബത്തെ തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ, ചിലരെങ്കിലും ഇടിവിൽ നിൽക്കാനുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളോട് കൃപ തോന്നും. ഇനി പുതിയ നിയമത്തിലെ ചിന്തകൾ നോക്കാം. മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 1:30 ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ആ വരവിന്, ജഡാവതാരത്തിന് പാത്രീഭൂതരാകാൻ മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എന്തുകൊണ്ടാണ് മറിയോട് നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞത്? അതിനൊരു ചരിത്രപരമായ സന്ദർഭം ഞാൻ പറയാം. മശിഹ ഭൂമിയിലേക്ക് ഒരു കന്യകയിലൂടെ വരുമെന്ന് യെശയ്യാവ് പ്രവചിച്ചിരുന്നു. യേശുവിന്റെ കാലഘട്ടത്തിനോടടുക്കുന്ന സന്ദർഭത്തിൽ ആ പ്രതീക്ഷ വളരെ വർദ്ധിച്ചു. അവൻ രാജാവായിരിക്കുമെന്നും ഒരു കന്യകയിലൂടെയാണ് ഭൂമിയിലേക്ക് വരാൻ പോകുന്നതെന്നും മനസ്സിലാക്കിയിട്ട് യെരുശലേമിലും പരിസരങ്ങളിലുമുള്ള ഒരുപാട് രാജകൊട്ടാരത്തിൽപ്പെട്ട രാജകുമാരിമാർ വിവാഹ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് വൃതസ്ഥരായി അങ്ങനെ കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്നവരെ അനാവീം യാഹുവേ എന്നാണ് അറിയപ്പെടുന്നത്. യഹോവയുടെ പാവങ്ങളെന്നും യഹോവയെ കാത്തിരിക്കുന്നവർ എന്നുമൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. അപ്പൊ ഈ യോഗ്യതയുള്ള ഒത്തിരി പേർ രാജവട്ടാരങ്ങളിൽ കാത്തിരിക്കുമ്പോൾ, യാതൊരു യോഗ്യതയുമില്ലാത്ത നസ്രേത്ത് എന്ന കൊച്ചു ഗ്രാമത്തിൽ പിറന്ന മറിയെ ദൈവം തെരഞ്ഞെടുത്തു. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം ദാനമായി നൽകുന്ന യോഗ്യതയാണ് കൃപ. അവളോട് പറഞ്ഞു, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഇനി പുതിയ നിയമത്തിൽ ദൈവകൃപ ലഭിച്ച മറ്റൊരു വ്യക്തിയാണ് പൗലോസ്. 2 കൊരിന്ത്യർ ലേഖനം 12:9 യേശു ക്രിസ്തു നേരിട്ട് പൗലോസിനോട് പറഞ്ഞ വചനം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്റെ കൃപ നിനക്ക് മതി. മതി എന്ന വാക്ക് മലയാളത്തിൽ അത്ര പോരാ, കുറച്ചുകൂടെ ആഴമുള്ള പദമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ ദീ. തൃപ്തിയാകത്തക്കവണ്ണം, മതിയാവോളം എന്റെ കൃപ നിനക്ക് മതിയായതാണ്. പൗലോസിന് എന്തോ ഒരു അസുഖമുണ്ടായിരുന്നു. എന്താണ് അസുഖമെന്ന് നമുക്ക് അറിയത്തില്ല തിട്ടമായിട്ട്. പല വാദഗതികൾ പറയാറുണ്ട്. ചിലർ പറയുന്നത് കണ്ണിന് കാഴ്ച സംബന്ധമായ തകരാറായിരുന്നു എന്നാ. നോക്കൂ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. സകല ലേഖനത്തിലും ഇത് തന്നെ എന്റെ അടയാളം. കുഞ്ഞു കുരുകുരാൻ അക്ഷരത്തിൽ എഴുതാതെ വലുതായി എഴുതിയതിന്റെ കാരണം കണ്ണിന്റെ കാഴ്ച തകരാറായിരുന്നിരിക്കാം. ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങളുടെ കണ്ണെനിക്ക് ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നു. കണ്ണിന്റെ കാഴ്ച സംബന്ധമായ പ്രശ്നമായിരിക്കാം. വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ഭയങ്കര വിജ്ഞാനിയായിരുന്നു. പക്ഷേ ചില സമയത്ത് പൗലോസ് തെർത്തോസിനെ കൊണ്ട്, ഗായോസിനെ കൊണ്ടൊക്കെ ലേഖനങ്ങൾ എഴുതിപ്പിച്ചു. കണ്ണിന്റെ കാഴ്ച തകരാറായിരുന്നിരിക്കാം. വേറൊരു ചിന്തയുള്ളത്, കാലിൽ പൊട്ടിയെളിയുന്ന ഒരു വല്ലാത്ത വ്രണമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്, 39 വട്ടം കോല് വെച്ച് 5 പ്രാവശ്യം അടികൊണ്ടത്, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടത്, അതുപോലെ തന്നെ പല പ്രാവശ്യം തടവിലായത്, എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത്, ഇങ്ങനെ എപ്പോഴും ഒരു വല്ലാത്ത വ്യാധി, ദുർവ്രണം തനിക്കുണ്ടായി. അതൊന്ന് വിട്ടുമാറി കിട്ടേണ്ടതിനായിട്ട് താന് 3 പ്രാവശ്യമാണ് പ്രാർത്ഥിച്ചത്. അപ്പൊ ചിലർ പറയുന്നത് കാലിന്റെ പൊട്ടിയെളിയുന്ന അസുഖമായിരുന്നു. അതിന്റെ ചില സൂചനകൾ, അവന്റെ വാക്കുകൾ ഊറ്റമുള്ളവ, എങ്കിലും ശരീര സാന്നിധ്യമോ ബലഹീനമായവ. ശരീരത്തിലെ ബലഹീന നിമിത്തം ആദ്യം ഞാൻ നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ ശ്രമിച്ചു. എനിക്ക് ശരീര സംബന്ധമായി ഉണ്ടായ ഉപദ്രവഹേതുവായി നിങ്ങൾ ആരും എന്നോട് അറുപ്പോ വെറുപ്പോ കാണിക്കാതെ ഒരു ദൂതനെ പോലെ കരുതി. ഗലാത്യ ലേഖനത്തിൽ വായിക്കുകയാണ്. അസഹനീയത ആയ സന്ദർഭത്തിൽ താൻ ദൈവത്തോട് വളരെയധികം കെഞ്ചി പ്രാർത്ഥിച്ചു. ദൈവമേ, ദയതോന്നി നീ ഇതൊന്നും മാറ്റിത്തരണം. 3 പ്രാവശ്യമാണ് പൗലോസ് പ്രാർത്ഥിച്ചത്.
മൂന്നാമത്തെ പ്രാവശ്യം യേശു പറഞ്ഞു, ഞാനിത് മാറ്റില്ല, കാരണം മാറ്റിയാൽ നിനക്ക് നിഗളം വരും. സാധ്യതയുണ്ട് സഹോദരങ്ങളെ. അക്കാലത്ത് 30 പട്ടണങ്ങളിൽ സുവിശേഷം അറിയിച്ചു, 3 മിഷണറി യാത്രകൾ നടത്തി, 14 ലേഖനങ്ങൾ എഴുതി, ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്ത ഒരു വ്യക്തി അല്പമായി നിഗളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം അവനെ ഉമിണ്ണു കളയും. എന്നാൽ അവനെ കൃപയിൽ നിർത്താൻ തമ്പുരാൻ അവന്റെ ശൂലം പോലെ, മുള്ള ശൂലം, സാത്താന്റെ ദൂതൻ എന്നീ പദങ്ങളാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ശൂലം പോലെ ദൈവം അവനൊരു പ്രയാസം നൽകി. എന്നാൽ കർത്താവ് പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് വേദനയുണ്ട്, നിന്ദയുണ്ട്, അപമാനമുണ്ട്, ഒക്കെ എനിക്കറിയാം. എങ്കിലും നിന്റെ ബലഹീനതയുടെ വേളയിൽ നിന്നെ തികഞ്ഞവനാക്കി തീർക്കുന്ന എന്റെ ശക്തി, അസാധാരണമായ കഷ്ടത വന്നല്ലോ എന്നോർത്ത് മനസ്സ് നീറുന്ന വേളയിൽ നിന്നെ നിലനിർത്തുവാൻ ഉതകുന്ന എന്റെ കൃപ ഞാൻ നിനക്ക് തരാം. ആ പദങ്ങൾ നോക്കിക്കേ, എന്റെ കൃപ, എന്റെ ശക്തി. യേശു പൗലോസിനോട് പറയാണ്, എന്റെ കൃപ നിനക്ക് മതിയായതാണ്. ക്രിസ്തുവിൽ പോലും നമ്മൾ കൃപയാണ് കാണുന്നത്. ക്രിസ്തു തന്നെ കൃപയുടെ ഒരു മണിമകുടമാണ്. 2 കൊരിന്ത്യർ ലേഖനം 8:9 നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന അവന്റെ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ത്രിത്വോപദേശത്തിന്റെ സൂചന നൽകുന്ന ആശീർവാദ വചനത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. 2, പിതാവായ ദൈവത്തിന്റെ സ്നേഹം. ദൈവം നമ്മളെ സ്നേഹിച്ചു. എത്രയോ വലിയ കാര്യമാണ് ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളത്. നാം പാപികളായിരുന്നപ്പോൾ, ബലഹീനരായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ, അഭക്തരായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. അതാണ് വേദപുസ്തകത്തിലെ സ്വർണവാക്യം. അതാണ് വേദപുസ്തകത്തിലെ കാതലായ കാര്യം. ബൈബിളിലെ സ്വർണവാക്യം ഏതാണ്? യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 1 യോഹന്നാൻ 3:16 കൂടെ ഒന്ന് കുട്ടിയിണക്കി നോക്കണം. ഇനി 1 യോഹന്നാൻ 3:16 നോക്കിക്കേ. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ച് തന്നതിനാൽ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹത്തിന്റെ 2-3 പ്രത്യേകതകൾ ഞാൻ പറയാം. ഒന്ന്, ദൈവത്തിന്റെ സ്നേഹം മഹത്തായ സ്നേഹമാണ്. എഫേസ്യ ലേഖനം 2:4 കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ആ പദത്തിന്റെ അർത്ഥം ഞാൻ ഒന്ന് പറയാം. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ആ ദൈവസ്നേഹത്തിന്റെ നീളം, ഉയരം, വീതി, ആഴം അത് സകല വിശുദ്ധന്മാരോടും കൂടെ നിങ്ങൾ ഗ്രഹിക്കേണ്ടതിന്. ദൈവസ്നേഹം അത് മഹാസ്നേഹമാണ്. ഇനി ദൈവസ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, അത് വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്. ഇവിടുത്തെ സ്നേഹങ്ങളെല്ലാം വ്യവസ്ഥകൾക്ക് വിധേയമാണ്. നീ അത് ചെയ്താൽ ഞാനത് ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം വ്യവസ്ഥകളില്ലാത്ത സ്നേഹം. മുടിയൻപുത്രന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മുടിയൻപുത്രൻ എന്നുള്ള പേര് ഇല്ലെങ്കിലും നമ്മൾ പുള്ളിയെ വിളിക്കുന്നത് മുടിയൻപുത്രൻ. പ്രോഡിഗൽ സൺ. അവൻ മുതലെല്ലാം നശിപ്പിച്ചു കളഞ്ഞവനാണ്. തിരിച്ചു വരാൻ നേരത്ത് കുറ്റബോധത്തോടെ അവൻ തീരുമാനമൊക്കെ എടുത്തിട്ടാ വരുന്നത്. ഞാൻ അപ്പന്റെ വീട്ടിൽ പോകും. ചെന്നിട്ട് പറയും, അപ്പ ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണം. എന്താ കാര്യം എന്നറിയോ? ഇവിടെ ഞാൻ വിശപ്പ് കൊണ്ട് വലയുകയാണ്, പക്ഷെ എന്റെ അപ്പന്റെ വീട്ടിൽ കൂലിക്കാര് തിന്ന് ശേഷിപ്പിക്കുക. അപ്പോ അപ്പൻ ഇവനെ സ്നേഹിക്കുന്നത് വ്യവസ്ഥകൾ വെച്ചായിരിക്കുമെന്നായിരുന്നു ഇവന്റെ ധാരണ. കാരണം ഞാൻ മുതലെല്ലാം പിടിച്ചു കളഞ്ഞവൻ, മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. എന്നാൽ എന്താ സംഭവിച്ചത്? അവൻ തിരിച്ചു വരികയാണ്. സുബോധം വന്നിട്ട് അപ്പന്റെ വീടിനെ കുറിച്ച് ഓർത്തവൻ തിരിച്ചു വരികയാണ്. പക്ഷേ അപ്പൻ ഇവനെ ദൂരെ നിന്ന് കണ്ടപ്പോ, ഇവിടെ വരട്ടെ, മാപ്പി ചോദിക്കട്ടെ, എന്നിട്ടാകട്ടെ എന്ന് വിചാരിച്ച് അപ്പൻ കാത്തിരുന്നില്ല. അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ 2ാമത്തെ വരി അവനെ കൊണ്ട് പറയിച്ചില്ല. എന്താ 2ാമത്തെ വരി? കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണം. അതവനെ കൊണ്ട് അപ്പൻ പറയിച്ചില്ല. അപ്പന്റെ സ്നേഹം വിലമതിക്കാൻ കഴിയാത്ത സ്നേഹമാണ്. ദൈവസ്നേഹത്തെക്കുറിച്ച് അത് നിത്യസ്നേഹമെന്നാണ്. യിരെമ്യാപ്രവചനം 31:3 യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയുള്ളതാണ്?
ഗോഡ്സ് ലവ് ഈസ് ആൻ ഇറ്റേണൽ. നിത്യമായ സ്നേഹമാണ്. ലോകസ്ഥാപനത്തിനു മുമ്പേ അവൻ നമ്മെ കണ്ടെടുത്തു. ദൈവത്തിന്റെ സ്നേഹം നിത്യമായ സ്നേഹമാണ്. ഇനി ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. റോമാലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നമ്മളെ ദൈവമക്കളാക്കി മാറ്റിയത് ദൈവത്തിന്റെ സ്നേഹമാണ്. 1 യോഹന്നാൻ 3:1, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിച്ചു. എപ്പോഴാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്? റോമാലേഖനം 5:6, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ തക്ക സമയത്ത് ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു. 8-ാമത്തെ വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ. 10-ാമത്തെ വാക്യം, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ. ദൈവസന്നിധിയിൽ ഒന്നും പുകഴ്ച പറയാനില്ലാതിരുന്ന സമയത്ത് യേശു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്റെ ജീവനെ വെച്ചു തന്നു. 1 യോഹന്നാൻ 4:8 മുതലുള്ള വാക്യങ്ങൾ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഇനി അടുത്ത വാക്യം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ദൈവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുത്തെ സ്നേഹത്തിന്റെ പ്രദർശനങ്ങളാണ്. ശിക്ഷ പോലും സ്നേഹത്തിന്റെ പ്രദർശനങ്ങളാണ്. കർത്താവ് താൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു. ദൈവം എന്ന് കേൾക്കുമ്പോൾ ഒരു ഭീകര രൂപമെന്നല്ല ചിന്തിക്കേണ്ടത്. ആർദ്രതയോടെ അനുകമ്പയോടെ നമ്മെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആരാണ് ദൈവം? വേദപുസ്തകത്തിലെ വിശദീകരണങ്ങൾ ശ്രദ്ധിച്ചേ. 1, ദൈവം സ്നേഹമാകുന്നു. 2, ദൈവം ആത്മാവാകുന്നു. 3, ദൈവം വെളിച്ചമാകുന്നു. ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് സ്നേഹമെല്ലാം ദൈവമല്ല. ദൈവം വെളിച്ചമാണ്, അതുകൊണ്ട് വെളിച്ചമല്ല ദൈവമല്ല. ദൈവം ആത്മാവാണ്, അതുകൊണ്ട് എല്ലാ ആത്മാക്കളും ദൈവമല്ല. അപ്പൊ അവിടെ ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ് നമ്മുടെ ദൈവം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ആശീർവാദത്തിലെ 3-ാമത്തെ ചിന്ത, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. കൊരിന്ത്യലേഖനത്തിലല്ലേ വായിക്കുന്നേ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ കാര്യം പറഞ്ഞപ്പോ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത്? കാരണം പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നതിനെ ഒരു കൂട്ടായ്മയോടുള്ള ബന്ധത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ കർത്താവ് പറയാണ്, ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്. വിട്ടുപിരിയുന്ന ഒരു സമയമില്ല, എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവമക്കളെ ദൈവത്തിന്റെ ആത്മാവാണ് നടത്തുന്നത്. ദൈവാത്മാവ് നടത്തുന്നവരും ദൈവത്തിന്റെ മക്കളാകുന്നു. 143-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ വഴി നടത്തുമാറാകട്ടെ. നെഹമ്യാവിന്റെ പുസ്തകം 9:20, അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ അവർക്ക് കൊടുത്തു. ലോകത്തിൽ പലരെയും അശുദ്ധാത്മാക്കൾ നയിക്കുകയാണ്, ദുരാത്മാക്കൾ നയിക്കുകയാണ്. എന്നാൽ ദൈവഭക്തന്മാരെ ദൈവത്തിന്റെ ആത്മാവ് നയിക്കുകയാണ്. അവരെ നയിക്കേണ്ടതിന്, അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ അവർക്ക് കൊടുത്തു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വരുത്തുന്ന ഒരു പരിവർത്തനമുണ്ട്. 1, മനുഷ്യരായ നമ്മെ ദൈവത്തിന്റെ മന്ദിരങ്ങളാക്കി ദൈവം മാറ്റും. 1 കൊരിന്ത്യലേഖനം 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ദൈവത്തിന്റെ മന്ദിരങ്ങളാക്കി മാറ്റുന്നു. പഴയ നിയമകാലത്ത് അക്ഷരീകമായ ആരാധനാലയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ദൈവം അക്ഷരീകമായ ആലയങ്ങളിലല്ല, അത്യുന്നതനായവൻ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ദൈവം വസിക്കുന്നത് നമ്മളിലാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ ആത്മാവ്. ആത്മാവിനെ
അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ചില സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നിട്ട് നമ്മളോട് സംസാരിക്കും, ആലോചനകൾ തരും. അത് അനുഭവിക്കണം. അങ്ങനത്തെ അനുഭവമുള്ള ഒരു ആത്മീക ജീവിതമുണ്ട്. ഫിലിപ്പോസ് ശമരിയിൽ വലിയ ഉണർവ് യോഗം നയിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ. അദ്ദേഹം അനുസരിച്ച് ആ ഉണർവ് യോഗത്തിൽ നിന്ന് എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോയി. അവൻ അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോൾ അതുവഴിയായ ഒരു തേർ കടന്നു പോകുന്നു, ഒരു കുതിരവണ്ടി കടന്നു പോകുന്നു. എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയായിരുന്ന ഷണ്ണൻ അതിലൂടെ പോയി. അടുത്ത ദൈവാത്മാവ് പറഞ്ഞു, നീ ഓടിച്ചെല്ലാൻ. അടുത്ത ശബ്ദം, തേരിനോട് ചേർന്ന് നടക്ക. തേരിനോട് ചേർന്ന് നടക്കുമ്പോ അവനൊരു ഇൻവിറ്റേഷൻ കിട്ടി. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, ഒരുവൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ മനസ്സിലാക്കും? അവൻ കയറി ആ വാഹനത്തിലിരിക്കാൻ ഷണ്ണൻ അവനെ ക്ഷണിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ അവനെ സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യമുണ്ടായി. അല്പം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ആകാശത്തിലൂടെ പറപ്പിച്ചു കൊണ്ടുപോയി. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. പലപ്പോഴും ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും എതിരാകും. ജഡത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയണം. ആത്മാവിന്റെ ചിന്തകൾ നമ്മെ ഭരിക്കാൻ മെരിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചുള്ള ബൈബിളിലെ 4 വാക്യങ്ങൾ 2 തിമോഥെയോസ് 1:7 വാക്യം. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. റോമാലേഖനം 8:15 നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഗലാത്യലേഖനം 4:6 നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അത്രേ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചത്. 1 കൊരിന്ത്യർ ലേഖനം 2:12 നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ആത്മാവ് നമ്മെ നയിക്കട്ടെ. പുസ്തക പ്രവർത്തികളുടെ പുസ്തകത്തിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാണ് വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് ആസിയിൽ പ്രസംഗിക്കരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവരെ വിലക്കി. ത്രോവാസിലെത്തിയപ്പോഴും ഇവിടെ പ്രസംഗിക്കരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവരെ വിലക്കി. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ചില സന്ദർഭത്തില് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ചില കാര്യങ്ങളിൽ വിലക്ക് കൽപ്പിക്കും. അത് നീ ചെയ്യരുത്, അത് നീ എടുക്കരുത്. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നാൽ ആരും പരാജയപ്പെടുകയില്ല, അതിന് ദൈവം അനുവദിക്കുകയില്ല. സെരുബാബേലിന്റെ കാലത്ത് ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി തുടങ്ങിയപ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടായി. ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി രാജാവിന്റെ അടുക്കിലേക്ക് അയച്ചിട്ട് അവിടെ നിന്നൊരു സ്റ്റേ ഓർഡർ വന്നു. ഒരറിയിപ്പുണ്ടാകുന്നവരെ ആലയത്തിന്റെ പണി നിർത്തിവെക്കണം. അവിരോധ കൽപ്പന വന്നിട്ട് മനസ്സുമടുത്തവനായി, പണിയാൻ പറ്റാതെയായി സെരുബാബേൽ മനസ്സുമടുത്തിരിക്കുകയാണ്. പക്ഷെ എല്ലാ ദിവസവും അവൻ ആ തൂക്കുകെട്ട ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം പറയുമായിരുന്നു. ദൈവം പറയാണ്, സെരുബാബേലിന്റെ കയ്യിലെ തൂക്കുകെട്ട കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. അടുത്ത ദൂത്, സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടു, അവന്റെ കൈ തന്നെ അതിനെ പൂർത്തീകരിക്കും. എല്ലാം എതിരാണ്, ചുറ്റുപാട് മുഴുവൻ എതിരാണ്. അവൻ അധികാരികളെതിരാണ്, ദേശവാസികളെതിരാണ്. വർഷങ്ങളായിട്ട് പണി മുടങ്ങി കിടക്കുക. പക്ഷെ ദൈവാത്മാവ് ഒരു ദൂത് പറഞ്ഞു, സെരുബാബേലിന്റെ കൈ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടു, അവന്റെ കൈ തന്നെ അതിനെ പൂർത്തീകരിക്കും. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. എങ്ങനാ തികയ്ക്കുന്നത്? എങ്ങനാ പണി പൂർത്തീകരിക്കുന്നത്? ദൈവത്തിന് പറയാനൊരു ദൂതുണ്ട്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രേ ജയമുള്ളത്. 2 കൊരിന്ത്യർ ലേഖനം 13:14 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്.
തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.